ഹലോ ഫ്രണ്ട്സ്, കേരള പെറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനിന്നിവിടെ പരിചയപ്പെടുത്തുന്നത് 3 സുഹൃത്തുക്കളെയും അവർ വളർത്തുന്ന കുറച്ച് ഗപ്പികളെയുമാണ്. ഏകദേശം 13ലധികം വെറൈറ്റി ഗപ്പികൾ ഇവർ വളർത്തുന്നുണ്ട്. നല്ല ക്വാളിറ്റിയിലാണ് ഇവർ വളർത്തിയെടുക്കുന്നത്. ഷാരോൺ, ജീന, രാഹുൽ എന്നീ 3 സുഹൃത്തുക്കൾ ചേർന്ന് വളർത്തുന്ന ഗപ്പികളെയും അവയുടെ വിശേഷവുമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. നിങ്ങൾ ഈ ടാങ്കിൽ കാണുന്നത് റെഡ് ചില്ലി ഡ്രാഗൺ അല്ലെങ്കിൽ ചില്ലി റെഡ് ഡ്രാഗൺ എന്നെല്ലാം അറിയപ്പെടുന്ന ഗപ്പി വെറൈറ്റിയാണ്. തുടക്കക്കാർക്കും വളരെ ഈസി ആയിട്ട് ബ്രീഡ് ചെയ്യാൻ സാധിക്കുന്ന മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ഗപ്പി വെറൈറ്റിയാണ്. ഈ ഒരു വെറൈറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടക്കക്കാർക്കെല്ലാം ഏറ്റവും എളുപ്പം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. ഗപ്പി എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം മനസ്സിൽ ഓടി വരുന്നത് വൈറ്റ് ഓക്സിഡോ ഒക്കെ ആയിരുന്നു ആദ്യം. ഇതിനകത്ത് തന്നെ ഒരുപാട് ഡിഫക്റ്റ് വരുന്ന പീസുകളുണ്ട്. നമ്മൾ ഫുഡ് കൊടുക്കുമ്പോൾ നല്ല ക്വാളിറ്റിയുള്ള ഫുഡ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഈ വൈറ്റിനകത്തൊക്കെ നമുക്ക് ബ്ലാക്ക് ഷെയ്ഡ് കയറാറുണ്ട്. ഇത് വില കുറവാണ്. ഏതൊരാൾക്കും ഏത് തുടക്കക്കാരനും നമുക്ക് വളർത്താൻ പറ്റിയൊരു ഗപ്പിയും കൂടാണ്. ഇത് ആൽബിനോ ഫുൾ റെഡ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. നമുക്ക് ഗപ്പീസിന് തന്നെ ആൽബിനോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബ്രീഡാവാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ്റെനൻസും കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇവർക്ക് മഴവെള്ളമൊന്നും അധികം പറ്റില്ല. പിന്നെ മഴവെള്ളത്തും വെച്ച് ചെയ്യുന്നവരുണ്ട്, പക്ഷേ അപ്പം ക്വാളിറ്റി നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാം നോക്കിയിട്ട് ചെയ്യേണ്ട ഒരു വെറൈറ്റിയാണ്. ഇത് കോയി ടെക്സിറോ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഇത് നല്ല ഒരു മാർക്കറ്റ് ഡിമാൻഡ് ഉള്ളൊരു ഗപ്പി കൂടാണ്. നല്ല ഭംഗി കൂടാണ് കാണാൻ. അപ്പോൾ ഒരുപാട് പേര് നമുക്ക് എൻക്വയറി കോൾസ് വരുന്നതും ഈ കോയി ടെക്സിറോയ്ക്കാണ്. ഇതിനകത്ത് ഇറങ്ങുന്ന ഒരു 40% ഒരു ക്യാപ്പ് ഉള്ളത് ഇറങ്ങും, പിന്നെ ബാക്കിയുള്ളത് ക്യാപ്പില്ലാതെ ഇറങ്ങും. അത് ഈ ഒരു ബ്രീഡിൻ്റെ പ്രത്യേകതയാണ്. പ്ലാറ്റിനം വൈറ്റ് എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ആൽബിനോ ടൈപ്പാണ്. നമ്മുടെ ഫുൾ റെഡ് കണക്കൊക്കെ ഒരു ഇച്ചിരി ബ്രീഡാവാൻ പാടും. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ എളുപ്പം ചത്തുപോവുകയും ചെയ്യും. യെല്ലോ കോബ്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ആൽബിനോ ടൈപ്പാണ്. പക്ഷേ ഫുൾ റെഡിനടക്കം പ്ലാറ്റിനം വൈറ്റ് അടക്കം അത്ര നമുക്ക് പാടില്ല. എന്നാലും നല്ല രീതിക്ക് ചെയ്യാൻ പറ്റും. തുടക്കക്കാർക്കാണെങ്കിലും എടുത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ്. ഇത് ബ്ലൂ ഈഗിൾ എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. ഗപ്പിയിൽ തന്നെ സ്റ്റാർട്ടിങ് ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റിയാണ്. അത്യാവശ്യം നമുക്ക് മെയിൻ്റെനൻസ് ആണെങ്കിലും കുറവാണ്. നമുക്ക് എളുപ്പം ബ്രീഡ് ആവുകയും ചെയ്യും. ഇത് ഗപ്പി തുടക്കം തൊട്ടേ ഉള്ളൊരു ബ്രീഡാണ്. വെറൈറ്റിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാന്താക്ലോസ് ഗപ്പി എന്നാണ് ഇതിന് പറയുന്നത്. ഇത് നല്ല ഗപ്പി തന്നെ നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. തുടക്കക്കാർക്കാണെങ്കിലും ഒരു നല്ല രീതിക്ക് ചെയ്യുന്ന ഒരാൾക്കാണെങ്കിലും നല്ലതുപോലെ ചെയ്യാൻ പറ്റിയൊരു ബ്രീഡാണ്. ഒരുപാട് ഡിമാൻഡ് കൂടിയ ഒരു ബ്രീഡും കൂടാണ്. വെറൈറ്റിയുടെ പേര് യെല്ലോ ടെക്സിറോ എന്നാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു ഐറ്റമാണ്. അതേപോലെ തന്നെ ഇത് കൂടുതലും കടയിൽ, അതായത് ഹോൾസെയിൽ റേറ്റിനാണ് കൊടുക്കാനുള്ള ഒരു ഇത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബൾക്കായിട്ട് ഇറങ്ങും, കുട്ടികളുണ്ടാവും. വെറൈറ്റിയുടെ പേര് ഫുൾ ഗോൾഡൻ എന്നാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഡിമാൻഡുള്ള ഒരു വെറൈറ്റിയാണ്. നമുക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ലപോലെ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇത് മൊസൈക്ക് ബിഗ് ഇയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഡിമാൻഡുള്ള ഐറ്റമാണ്. അതേപോലെ തന്നെ ഇതിൽ ഓരോ ബ്രീഡിലും നമ്മുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ ക്വാളിറ്റി കുറഞ്ഞു വരും. ഇത് ജെറ്റ് ബ്ലാക്ക് വെറൈറ്റിയാണ്. ഇത് നമുക്ക് നല്ല എൻക്വയറി വരുന്ന ഒരു വെറൈറ്റിയാണ്. തുടക്കക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു നല്ല വെറൈറ്റിയാണ്. ഇത് വയലറ്റ് കോബ്ര എന്ന് പറഞ്ഞൊരു വെറൈറ്റിയാണ്. കോബ്ര വെറൈറ്റി തന്നെ നല്ല ഭംഗിയുള്ളൊരു ടൈപ്പ് വെറൈറ്റിയാണ്. ഒരുപാട് എൻക്വയറീസും ഒരുപാട് ഡിമാൻഡും ഉള്ളൊരു വെറൈറ്റിയാണ്. ഞങ്ങൾ അത്യാവശ്യം ക്വാളിറ്റി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു ബ്രീഡാണ്. HB ബ്ലൂ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിപ്പം ഓൾറെഡി ഇപ്പം മാർക്കറ്റിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലൊരു പെട്ടെന്ന് ബ്രീഡായി കുട്ടികൾ ഒരുപാട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ഇത് മിക്സഡ് ഗപ്പീസ് ആണ്. ഇതിവിടെ ഞങ്ങൾ ലോക്കലി സെയിൽ ചെയ്യുന്ന ഒന്നാണ്. ഗപ്പികളെക്കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പർച്ചേസ് ചെയ്യാൻ വേണ്ടിയും നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കോൺടാക്റ്റ് നമ്പർ ഞാൻ ഈ വീഡിയോയോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതോടൊപ്പം കമൻ്റായും താഴെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്